നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. സ്വദേശികളായ വിദ്യാർത്ഥികൾക്കായി ഏകീകൃത തൊഴിൽ കരാർ പുറത്തിറക്കി UAE. വിദേശികളായ കുട്ടികൾക്ക് നൽകുന്ന ശമ്പളം 4000 ദിർഹത്തിൽ കുറയരുതെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം നിർദ്ദേശം നൽകി. വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക തൊഴിൽ കരാർ രൂപപ്പെടുത്തിയാണ് നിയമനം നൽകേണ്ടത്. കരാർ പ്രകാരമുള്ള തസ്തികയിലായിരിക്കണം നിയമനം നൽകേണ്ടത്. ആരോഗ്യത്തിന് ഹാനികരമായ മേഖലകളിലും തസ്തികകളിലും വിദ്യാർത്ഥികളെ ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നും നിബന്ധനയുണ്ട്. സ്കൂൾ ബസ് യാത്ര സുരക്ഷിതമാക്കാൻ നിർദ്ദേശങ്ങളുമായി UAE. സ്കൂൾ ബസ്സുകളിൽ വിദ്യാർത്ഥികൾ കുടുങ്ങിപ്പോകുന്നത് തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ബസ്സിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും വിദ്യാർത്ഥികളുടെ ID കാർഡ് സ്കാൻ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ജാഗ്രത വേണമെന്ന് അധികൃതർ വ്യക്തമാക്കിയത്. അബുദാബിയിൽ സ്കൂൾ ബസ് യാത്ര നിരീക്ഷിക്കാൻ പുറത്തിറക്കിയ സലാമ ആപ്പിൽ 672 സർക്കാർ സ്വകാര്യ സ്കൂളുകളെയും നഴ്സറികളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് സായിദ് റോഡിൽ നിന്നും പാം ജബൽ അലിയിലേക്ക് 6 കിലോമീറ്റർ നീളത്തിൽ റോഡ് നിർമ്മിക്കാൻ ഒരുങ്ങി ദുബായ്. പാം ജുബൈറയുടെ ഇരട്ടി വലിപ്പമുള്ള കൃത്രിമ ദ്വീപായ പാം ജബൽ അലി ഭാവിയിൽ ഏകദേശം 35,000 കുടുംബങ്ങൾ താമസിക്കുമെന്ന് ദുബായ് ഹോൾഡിംഗ് CEO അറിയിച്ചു. ഈന്തപ്പനയുടെ ആകൃതിയിൽ 13.4 ചതുരശ്ര കിലോമീറ്ററിലാണ് പാം ജബൽ അലി സ്ഥിതി ചെയ്യുന്നത്. 110 കിലോമീറ്റർ നീളത്തിലുള്ള ബീച്ചുകൾ, 80-ലേറെ ഹോട്ടലുകൾ, റിസോർട്ടുകൾ എന്നിവ ഇതിന്റെ ഭാഗമാണ്. ഷാർജയിൽ കൂടുതൽ സ്മാർട്ട് ജലമീറ്ററുകൾ സ്ഥാപിച്ചു. വെള്ളത്തിന്റെ ഉപഭോഗം നിരീക്ഷിക്കാനും വെള്ളം പാഴാകുന്നത് കുറയ്ക്കാനുമാണ് ജലമീറ്ററുകൾ സ്ഥാപിച്ചത്. അൽ റഹ്മാനിയ, അൽനൂഫ് എന്നീ പ്രദേശങ്ങളിലാണ് ഷാർജ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി പുതുതായി വാട്ടർ മീറ്റർ സ്ഥാപിച്ചത്. ഉന്നത ഗുണനിലവാരമുള്ള സ്മാർട്ട് മീറ്ററുകൾ പരമ്പരാഗത മെക്കാനിക്കൽ മീറ്ററുകൾക്ക് പകരമായാണ് സ്ഥാപിച്ചത്. ഖത്തറിൽ ഇന്നു മുതൽ ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റിനു സാധ്യതയെന്ന റിപ്പോർട്ട്. ശക്തമായ പൊടിക്കാറ്റ് ഈ ആഴ്ച മുഴുവൻ തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഉയർന്ന താപനിലയും ചൂടും പൊടിയും നിറഞ്ഞ കാലാവസ്ഥയായിരിക്കും വരും ദിവസങ്ങളിൽ അനുഭവപ്പെടുക. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.